അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി വസല്ലം അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പലപ്പോഴുമുള്ള വിവാദങ്ങളിൽ, ചർച്ചകളിൽ ഏറെ ഉയർന്നു കേൾക്കുന്ന ഒരു പദമാണ് സെക്യുലറിസം. മതേതരത്വം, മതനിരപേക്ഷത എന്നൊക്കെയാണ് ഇതിന് മലയാള അർത്ഥം നമ്മൾ കൊടുക്കാറുള്ളത്. നിലവിലെ വിവാദ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ രാഷ്ട്രീയ വിവക്ഷ എന്താണ് എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സാഹചര്യത്തിൽ ഭരണഘടന ആ പദത്തെ, ഈ ആശയത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്, പിൽക്കാലത്ത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് എന്നറിയൽ നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ചകളുടെ അന്തരീക്ഷത്തിൽ വളരെ പ്രധാനമാണ്. ശരിക്കും ഈ ഒരു പദം, സെക്യുലറിസം എന്നൊരു പദം, ഒരു പാശ്ചാത്യ നിർമ്മിതിയാണ്. കാരണം പല പാശ്ചാത്യ രാജ്യങ്ങളിലും, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലുമൊക്കെ അടക്കം രാജാധിപത്യമാണ് ഉണ്ടായിരുന്നത്. അവിടെ ക്രിസ്തു മതമാണ് പ്രബല മതമായി, അല്ലെങ്കിൽ ഏതാണ്ടൊരു ഏക മതമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തിരുന്നത്. വേറൊരർത്ഥത്തിൽ ഈ മതങ്ങളെയും രാജാധിപത്യത്തെയും അവർ പരസ്പരം ബന്ധിപ്പിക്കുകയും രാജാവിന് ഒരു തരം ദൈവീകമായ അധികാരം നൽകുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പവിത്രത കൽപ്പിക്കുന്ന രൂപത്തിലുള്ള തിയോക്രാറ്റിക് സ്റ്റേറ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് യൂറോപ്യൻ റിനയസൻസ് ആരംഭിച്ചപ്പോൾ, എന്നുവെച്ചാൽ അവിടെയുള്ള നവോത്ഥാനം ആരംഭിക്കുകയും പിന്നീടത് റിഫർമേഷനിലേക്ക്, പരിഷ്കാരങ്ങളിലേക്ക്, മതപരമായ പരിഷ്കാരങ്ങളിലേക്കടക്കം വികസിക്കുകയും ചെയ്തപ്പോൾ ഈ ആശയങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. മാത്രവുമല്ല, അതിനു പകരം ജനാധിപത്യം, പാർലമെൻ്ററി വ്യവസ്ഥ, ജനാധികാരം, വോട്ടവകാശം എന്നിങ്ങനെയുള്ള ആശയങ്ങൾ ഉയർന്നു വന്നപ്പോൾ മതവും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം പുനർവ്യാഖ്യാനിക്കപ്പെടണം, അല്ലെങ്കിൽ അതിന് പുതിയ ഡെഫിനിഷൻസ് ആവശ്യമാണ് എന്നത് വന്നു. ഈ പശ്ചാത്തലത്തിലാണ് സെക്യുലറിസം എന്നുള്ള ഒരു ടേം നിർവചിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് നമുക്കറിയാം, നിലവിലുള്ള ഈ ഒരു സങ്കല്പം ഏറ്റവും കൂടുതൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കൻ ദേശീയ ആശയങ്ങളെയാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനെ എങ്ങനെയാണോ വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്താണ്. തീർച്ചയായും ഫ്രാൻസിൻ്റെയും, അമേരിക്കയും ഫ്രാൻസുമാണ് ഈ വിഷയത്തിൽ ആശയപരമായി ഏറ്റവും വ്യക്തതയുള്ള ഒരു സെക്യുലർ സ്റ്റേറ്റുകൾ എന്ന നിലയിൽ നിലകൊള്ളുന്നത്. അപ്പോൾ അവിടെ മതത്തെ പൂർണ്ണമായി ഭരണകൂടങ്ങളിൽ നിന്ന് വേർപെടുത്തുകയും ഇടപെടാൻ പാടില്ല എന്ന രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനം നൽകുകയും പൊതു ഇടങ്ങളിലൊക്കെ മതങ്ങളുടെ ഒരു പ്രകടനം, അല്ലെങ്കിൽ അതിനെ പൊലിപ്പിച്ച് കാണിക്കുക എന്ന രൂപത്തിലുള്ള കാഴ്ചപ്പാടിനെ അത് നിഷേധിച്ചു. എന്നാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് മതവും വേണമെങ്കിലും സ്വീകരിക്കാം, മാറാം. ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഭരണകൂടം നിയമപരമായി ഇടപെടുകയും ചെയ്യുകയില്ല. ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ യൂറോപ്യൻ അല്ലെങ്കിൽ വെസ്റ്റേൺ സെക്യുലറിസം വെച്ച് പുലർത്തുന്നത്. മാത്രവുമല്ല, ഏതെങ്കിലും മതങ്ങൾക്ക് പ്രത്യേകമായ പരിഗണനയോ സാമ്പത്തിക സഹായങ്ങളോ മറ്റു പിന്തുണകളോ ഒന്നും തന്നെ ഭരണകൂടങ്ങൾ നൽകേണ്ടതില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ചില മാറ്റങ്ങളൊക്കെ അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ അടക്കം നിലപാടുകൾ വന്നിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. എന്നാൽ ഇതാണ് പാശ്ചാത്യ സെക്യുലറിസത്തിൻ്റെ ഒരു പൊതു സ്വഭാവമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ ഇന്ത്യൻ മതേതരത്വം എന്നത് ഈ രാജ്യത്ത് മതവും ഭരണകൂടങ്ങളും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം, മതസമൂഹങ്ങളോടുള്ള ഭരണകൂടങ്ങളുടെ സമീപനം എന്തായിരിക്കണമെന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന കൃത്യമായി തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിന് യോജിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ, അല്ലെങ്കിൽ ഖണ്ഡികകൾ, ആർട്ടിക്കിളുകൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിലെ മതേതരത്വത്തിലുള്ളൊരു വ്യത്യാസമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ മതങ്ങൾ തമ്മിൽ
തുല്യതയാണ് ഉള്ളത്. അല്ലെങ്കിൽ മതങ്ങൾക്കിടയിൽ തുല്യത പുലർത്തുക, അതുപോലെ തന്നെ ആ മതങ്ങളുടെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുക, ഒരേ സമയം മതങ്ങളിൽ നിന്ന് ഒരു അകലം പാലിക്കുകയും എന്നാൽ മതവിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കാത്ത, ആവശ്യമെങ്കിൽ ഇടപെടാൻ ഉള്ള അധികാരാവകാശങ്ങളുള്ള നിലയ്ക്കാണ് ഇന്ത്യയിൽ സെക്യുലറിസത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മറ്റൊരർത്ഥത്തിലൊരു ന്യൂട്രൽ സമീപനം പുലർത്തുക എന്നതാണ്. അപ്പോൾ ഇവിടെ തുല്യത, നീതി, ഈ രണ്ടു കാര്യങ്ങൾ ഉറപ്പുവരുത്തലാണ് മതങ്ങളുടെ ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ റോളെന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഈ നീതിയോ തുല്യതയോ ഹനിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിന് വിഘാതമാകുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുകയാണെങ്കിൽ ഈ തുല്യതയും നീതിയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിയമനിർമ്മാണങ്ങൾ നടത്താനോ അല്ലെങ്കിൽ മീഡിയേഷൻ നടത്താനോ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാനോ ഒക്കെയുള്ള അവകാശം ഭരണകൂടങ്ങൾക്കുണ്ട്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ കോടതികൾക്കും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾക്കുമൊക്കെ ഉണ്ടെന്നർത്ഥം. ഇത് പലപ്പോഴും ഭരണകൂടവും മതങ്ങളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളിലേക്കും ചിലപ്പോൾ ഏറ്റുമുട്ടലുകളിലേക്കുമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം, ഇവിടുത്തെ പ്രബല മതവിഭാഗമായിട്ടുള്ള ഹിന്ദുമതം, അതിൽ ഒരു കാലത്ത് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും അവർണർക്ക് പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം അത് വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നമ്മുടെ അടുത്ത കാലത്ത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പെർമിഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ ഷബാനു കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ക്രിസ്ത്യൻ സ്ത്രീകളുടെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട വിധി, ഇതൊക്കെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അത് മതങ്ങൾക്ക് നൽകുന്ന ചില അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണ് എന്ന രൂപത്തിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം തന്നെ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ നീതി നിർവഹണ സമിതികളുടെ താല്പര്യമെന്നത് ഈ വിഭാഗങ്ങൾക്ക് തുല്യത അല്ലെങ്കിൽ നീതി ലഭിക്കുക എന്നുള്ളതാണ്. നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളോ വിധികളൊക്കെ വരുന്നത്. അപ്പോൾ അത് വ്യാഖ്യാന ഭേദങ്ങൾക്ക് വിധേയമാണ് എന്നർത്ഥം. എന്നാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സെക്യുലർ സമീപനത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ, പ്രത്യേകമായ അവകാശങ്ങളെ ഇത് പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള, അവരുടെ മതം വിശ്വസിക്കാൻ, അവരുടെ മതമനുസരിച്ച് ജീവിക്കാൻ, ആചരിക്കാൻ, അതുപോലെ തന്നെ ആ മതം പ്രചരിപ്പിക്കാൻ എല്ലാമുള്ള അവകാശം ഇന്ത്യയിലുള്ള ഈ സെക്യുലർ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. ഇതോടൊപ്പം തന്നെ സർക്കാർ പലപ്പോഴും പ്രത്യേകമായ ചില സാമ്പത്തിക പദ്ധതികൾ, പലപ്പോഴും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ചരിത്രപരമായ കാരണങ്ങളാൽ പലപ്പോഴും ഒറ്റപ്പെട്ടുപോയ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ പൊതുസമൂഹത്തോടൊപ്പം വളരാൻ കഴിയാത്ത ന്യൂനപക്ഷ സമൂഹങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രത്യേകമായ സാമ്പത്തിക പാക്കേജുകൾ വരെ പ്രഖ്യാപിക്കുക, സ്കോളർഷിപ്പുകൾ നൽകുക, ഇതൊക്കെ തന്നെ നമ്മുടെ ഒരു സെക്യുലർ സമീപനത്തിൻ്റെ ഭാഗമാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ മതപരമായ വ്യക്തിത്വത്തെ, ഇത്തരം ന്യൂനപക്ഷ മതങ്ങളുടെ പോലും കൾച്ചറൽ ഐഡൻറ്റിറ്റിയെ കാത്തുസൂക്ഷിക്കുക എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരാശയം ഇതിൽ അന്തർലീനമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് സിഖുകാർക്ക് കൃപാണം കൊണ്ടു നടക്കാനും അവർക്ക് അവരുടെ തലപ്പാവ് ധരിക്കാനുമൊക്കെയുള്ള അവകാശം ഈ ഒരു സെക്യുലർ കാഴ്ചപ്പാട് വകവെച്ചു കൊടുക്കുന്നത്. അപ്പോൾ യൂണിഫോമിറ്റിക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ പോലും ഈ ഐഡൻറ്റിറ്റിയെ തകർക്കാത്ത വിധത്തിലായിരിക്കണം എന്നതും വ്യക്തമായി തന്നെ ഒരുപാട് വിധികളിലൂടെ നമ്മുടെ കോടതികൾ ഭരണകൂടങ്ങളെ അല്ലെങ്കിൽ പാർലമെൻറ്റുകളുടെ അടക്കം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മതം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയോ ഏതെങ്കിലും ഒരു മതത്തിന് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ടോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആശയങ്ങളെ സംരക്ഷിക്കുകയും മറ്റു ചില മതങ്ങളുടെ ആശയങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്ന രൂപത്തിലുള്ള സമീപനങ്ങൾ ഇക്കാര്യത്തിൽ പാടില്ല എന്നർത്ഥം. അപ്പോൾ ക്രിമിനൽ ലോസ് എല്ലാവർക്കും ബാധകമാകുമ്പോൾ തന്നെ സിവിൽ ലോസിനകത്ത് വിവിധ മതങ്ങൾക്ക് വേണ്ടിയുള്ള പേഴ്സണൽ ലോസ്, അത്തരം ചട്ടക്കൂടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വിവാഹം, മരണം, സ്വത്തവകാശം, അനന്തര അവകാശം, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമവും മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമവും ഒക്കെ വ്യത്യസ്തമായി തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു
അമേരിക്കൻ കാഴ്ചപ്പാടിൽ പലപ്പോഴും പറയാറുള്ളത് ഒരു വാൾ ഓഫ് സെപ്പറേഷൻ എന്നാണ്. കാരണം അവിടെയുള്ളത് ഒരു ലിബറൽ സ്റ്റേറ്റാണ്. അപ്പോൾ ആ ലിബറൽ സ്റ്റേറ്റിൽ മതത്തെ പൂർണ്ണമായി വിച്ഛേദിക്കുന്ന രൂപത്തിലല്ല ഇന്ത്യയിലുള്ള ഒരു രീതിശാസ്ത്രമെന്ന് പറയുന്നത്. അവിടെ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ, വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനാണ് മതങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ മുൻഗണന നൽകുന്നത് എന്നർത്ഥം. ഇതുകൊണ്ട് തന്നെ ഇവിടെ അത്തരം ഇടപെടലുകളോ സാമ്പത്തിക സഹായങ്ങൾ നൽകലോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല എന്നർത്ഥം. പക്ഷെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഈ സെക്യുലറിസത്തിന് 2 തരത്തിലുള്ള ത്രട്ടുകൾ, 2 തരത്തിലുള്ള അപകടങ്ങളെ ഇത് അഭിമുഖീകരിക്കുന്നു എന്നതാണ്. ഒന്ന്, പാശ്ചാത്യ മോഡലിലുള്ള സെക്യുലറിസത്തിനു വേണ്ടി ഇവിടെ ലിബറലുകൾ വാദിച്ചു കൊണ്ടിരിക്കുകയോ ഇവിടെയുള്ള സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ അതാണ് ഇന്ത്യയിലെയും സെക്യുലറിസം എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും അത് ജനങ്ങൾ ഏതാണ്ട് ആ രീതിയിൽ മനസ്സിലാക്കുന്നിടത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതു ഇടങ്ങളിൽ പോലും ഏതെങ്കിലും ഒരു മതത്തിന് അതിൻ്റേതായൊരു കൾച്ചറൽ ഐഡൻറ്റിറ്റി സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ, അത് വസ്ത്രമാകട്ടെ, ഭക്ഷണമാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, അത് വകവെച്ചു കൊടുക്കണമെന്നുള്ള വളരെ പരമപ്രധാനമായ നമ്മുടെ ഭരണഘടനയുടെ ഈ അനുച്ഛേദങ്ങളെ തള്ളിക്കളയുന്ന, പുച്ഛിച്ചു തള്ളുന്ന, കളിയാക്കുന്നിടത്തേക്കത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് വളരെ അപകടകരമാണ്. നമ്മൾ ഭരണഘടന നമ്മൾക്ക് അവകാശമായി നൽകുന്ന കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്, അതിനുവേണ്ടി വാദിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. മറ്റൊരു ഭാഗത്ത് നിലവിലുള്ള നമ്മുടെ രാജ്യത്തെ ഭരണകൂടം അതിൻ്റെ വർഗീയ സ്വഭാവങ്ങൾ കാരണവും വളരെ സെക്ടേറിയനായ സമീപനങ്ങൾ കാരണവും നിരന്തരമായി അത് മതവിഷയങ്ങളിൽ പക്ഷം ചേരുന്ന സമീപനമുണ്ട്. ഇതര മതവിഭാഗങ്ങളെ, പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ അത് എടുത്തുകളയുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ, വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നതിന് പകരം അതിനെ ചില മതങ്ങൾക്ക് മാത്രമായി ചില പരിഗണനകൾ നൽകുന്ന, അല്ലെങ്കിൽ ഭൂരിപക്ഷ മതത്തിൻ്റെ വക്താക്കളായി നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റ് മാറുന്നു എന്നുള്ളത്. ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന പരിഗണനകൾ, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന നൽകിയിട്ടുള്ള അവകാശങ്ങൾ, ഈ അവകാശങ്ങളെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുകയും അവയെ പ്രീണനമായി പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രീണന നയമായി പലപ്പോഴും വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇതിലൂടെയെല്ലാം തന്നെ നമ്മൾക്ക് പോലും എന്താണ് ഇന്ത്യൻ സെക്യുലർ കോൺസെപ്റ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ മതനിരപേക്ഷത കൊണ്ട് ഇന്ത്യയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും ഈ ഒരു ഒഴുക്കിൽപ്പെട്ടുകൊണ്ട് ഒന്നുകിൽ ലിബറൽ കാഴ്ചപ്പാടിൻ്റെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള മീഡിയകൾ പ്രചരിപ്പിക്കുന്ന കാഴ്ചപ്പാടിൻ്റെയോ അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയവാദികൾ പ്രചരിപ്പിക്കുന്ന കാഴ്ചപ്പാടിൻ്റെയോ ഒരു പുകമറയ്ക്കകത്ത് നമ്മൾ പെട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സെക്യുലറിസം പാശ്ചാത്യ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നും അത് മതന്യൂനപക്ഷങ്ങൾക്ക് വ്യക്തമായ അവകാശങ്ങൾ വകവെച്ച് നൽകുന്നുണ്ട് എന്നും അവരുടെ ഐഡൻറ്റിറ്റിയുടെ സംരക്ഷണം എന്നത് ഭരണഘടനയുടെ ഭാഗമാണ് എന്നുള്ളതും കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. സമീപകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ഒരു അറിവ് ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. ഏതൊരു വേദിയിലും അവർ അതുറക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. സമയാസമയങ്ങളിൽ സംവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ചർച്ചകളിൽ ഏർപ്പെടുമ്പോഴെല്ലാം തന്നെ ഈ വ്യതിരിക്തതയെ നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഇന്ത്യൻ സെക്യുലർ കോൺസെപ്റ്റിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ, വീണ്ടും തിരിച്ചു കൊണ്ടുവരികാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും.